നമസ്തേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ സുരേഷ് ബാബു സാറിന്റെ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് സാർ അവിടെ പ്രസംഗിക്കാൻ വന്നതല്ല, എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സംഘാടകരെ നിർബന്ധിച്ചപ്പോൾ സാർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്കൊന്ന് കേൾക്കാം. നമസ്തേ. എന്താ ഈ നമസ്തേ എന്ന് പറഞ്ഞാൽ അറിയാവോ? നമസ്തയുടെ അർത്ഥം അറിയാവോ? നമസ്തേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞാൽ നോ, മാ എന്ന് പറഞ്ഞാൽ മീ ഞാൻ. അപ്പൊ നമ എന്ന് പറഞ്ഞാലോ ഞാനല്ല, പിന്നെ ആരാ? തേ. തേ എന്ന് പറഞ്ഞാൽ നീ. തേ എന്ന് പറഞ്ഞാൽ എന്താ? നീ. അപ്പൊ നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ല, നീയാ വലുത്. നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ല, നോട്ട് മീ ബട്ട് യു. അതാണ് നമസ്തേന്റെ അർത്ഥം. മനസ്സിലായോ? എന്നേക്കാൾ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഇതായിരുന്നു ആ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം. അതിന്റെ താഴെ വന്ന കമന്റുകൾ, അത് 1-2 കമന്റുകളായിരുന്നു, നമുക്കത് വിടായിരുന്നു. പക്ഷേ ഇത്ര കമന്റുകളാണ് സാറിനെ വളരെ മോശമായി പറഞ്ഞുകൊണ്ട്. എന്ത് മനുഷ്യന്മാരാ! ഒന്നെങ്കിൽ അവർക്ക് സാറ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല, അല്ലെങ്കിൽ സാറിനോട് മറ്റെന്തോ വിരോധം കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കും. സാറ് പറഞ്ഞത് തികച്ചും ശരിയാണ്. ഞാനല്ല, നീയാണ് വലുത്, അല്ലെങ്കിൽ എന്നേക്കാൾ വലുത് നീയാണ് എന്നൊരു മനോഹരമായ അർത്ഥം കൂടി നമസ്തേ എന്ന വാക്കിന്റെ പിന്നിലുണ്ട്. അത് വാക്കർത്ഥത്തിൽ മാത്രം പിടിച്ചു തൂങ്ങുന്ന പണ്ഡിതന്മാർക്ക് അറിയണമെന്നില്ല. സാറ് പറഞ്ഞത് അതിന്റെ ആന്തരികമായ അർത്ഥമാണ്, അതിലെ ആത്മീയ വശമാണ്. അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളിനോട് നമസ്തേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വണങ്ങുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു എന്നാണ് അർത്ഥം. അയാൾ ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ അറിവ് കൊണ്ടോ പദവി കൊണ്ടോ അയാൾ നമ്മളെക്കാൾ ചെറിയതായിരിക്കും. അപ്പോ അങ്ങനെ ഒരാളെ വണങ്ങണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതാകണം. ബഹുമാനം ഉണ്ടാകേണ്ടത് മനസ്സിൽ നിന്നല്ലേ? അതുപോലെ ആശയങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതും മനസ്സിൽ നിന്നാണ്, അല്ലാതെ അതരവ്യായാമമോ ഭംഗിവാക്കോ അല്ല. അതാണ് സാർ കുട്ടികളോട് പറഞ്ഞത്. നമ എന്ന സംസ്കൃത വാക്കിനെ ആത്മീയമായി പിരിച്ചെഴുതുമ്പോൾ ന മമ എന്നാണ്. ന അല്ല, മമ ഞാൻ. ഞാൻ അല്ല, അതായത് ഞാൻ ഒന്നുമല്ല, എല്ലാം നീ അത്രേ. അല്ലെങ്കിൽ എന്റെ അഹങ്കാരം ഞാൻ ഉപേക്ഷിക്കുന്നു, നിന്റെ മുന്നിൽ ഞാൻ ചെറുതാകുന്നു എന്ന വിനയ ഭാവമാണ് ഇത്. ഇവിടെ നീ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പിൽ കാണുന്ന വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കൂടിയാണ്. അതുകൊണ്ട് നമസ്തേ എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നിലുള്ള വ്യക്തിയെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ സാർ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഈ വാക്കിന്റെ ഏറ്റവും മനോഹരമായ ആത്മീയ വശമാണ്. അത് മനസ്സിലാവണമെങ്കിൽ വിശാലമായ മനസ്സ് വേണം. ഞാൻ എന്ന ഭാവം ഇല്ലാണ്ടാവണം. ഈ വീഡിയോയുടെ താഴെയും ഭാഷാ പണ്ഡിതന്മാരുടെ കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്, അതെനിക്കറിയാം. പക്ഷേ 2 കൂട്ടരെ നമുക്ക് തിരുത്താനേ കഴിയില്ല. ഒന്ന്, അവർക്ക് തീരെ വിവരമില്ല. ആ വിവരം ഇല്ലെന്ന വിവരവും അവർക്കില്ല. 2ാമത്തെ കൂട്ടര് അവർക്ക് ഒരുപാട് വിവരമുണ്ട്. ആ വിവരം ഉണ്ടെന്ന വിവരവും അവർക്കുണ്ട്. അതായത് അവർക്ക് എല്ലാം അറിയാം എന്ന ധാരണ. അപ്പോ ആ 2 കൂട്ടരെ നമുക്ക് തിരുത്താനേ കഴിയില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ.